നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എല്ലാ മുറികളും നോക്കി. അഞ്ജലി മോളെ എങ്ങും കാണുന്നില്ല. പുറത്തും എങ്ങും കാണുന്നില്ല. ഞാനും എല്ലായിടത്തും നോക്കി. ദൈവമേ, ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റിയോ ആവോ? എന്റെ ദേഹം ആകെ തളരുന്നതുപോലെ. അയ്യോ അമ്മേ, ടെൻഷൻ അടിക്കണ്ട. അഞ്ജലി മോൾക്ക് ഒന്നും സംഭവിക്കില്ല. എടാ മോനെ വിക്കി, നീ സത്യം ഒന്ന് പറയേ, ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കാതെ. സത്യത്തിൽ ഇന്നലെ എന്താ രാത്രി റൂമിലുണ്ടായേ? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ലെന്ന്. പ്രത്യേകിച്ച് എന്തുണ്ടാവാനാ? എന്നത്തെയും പോലെ ഉറങ്ങാൻ കിടന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് അച്ഛനാണ് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എന്താ ഞാൻ പറഞ്ഞത് അച്ഛന് വിശ്വാസമായില്ല? ഒരുമിച്ച് ഉറങ്ങാൻ കിടന്ന നിന്നോടല്ലാതെ പിന്നെ അയൽപക്കക്കാരോട് അവളെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇനി ആരോടാ അന്വേഷിക്കേണ്ടത്? അതും കൂടി നീ എന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ. വിക്കി, നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജലിയെ നേരം വെളുത്തപ്പോ മുതൽ കാണുന്നില്ല. ഞങ്ങൾ നിന്നോടല്ലാതെ പിന്നെ ആരോടെ ചോദിക്കുക? അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഏട്ടാ, എന്തോ പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ പരസ്പരം പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് ഈ കാര്യം പോലീസിൽ അറിയിക്കാം. പോലീസിലോ? അത് വേണോ? ആ അതെ, നമുക്ക് നമ്മുടെ വഴിക്കൊന്ന് അന്വേഷിച്ചിട്ട് പോരെ പോലീസിലെ കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ. അതല്ല, അറിയിക്കണം. മുറിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്തോ കൈവിട്ട പ്രശ്നം നടന്നിട്ടുണ്ട്. അഞ്ജലിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്താ അത് വലിയ മണ്ടത്തരമാകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് പോലീസിനെ വിളിച്ചറിയിക്കണം.